ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിന്, അതായത് SSC, അതുപോലെ ബാങ്ക് എക്സാംസ്, അതുപോലെ PSCക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മാരേജ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഈ ലെസണിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ജസ്ന BV എന്നാണ്. ഞാൻ അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇഫ് ക്ലോസ്, പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ യൂസിങ് ട്രിക്സ് ആൻഡ് ടിപ്സ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്ത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, കോഴ്സ് എൻറോൾ ചെയ്യണം. കോഴ്സ് എൻറോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന ലെസൺസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ലഭിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ലിങ്ക്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫസ്റ്റ്, ബിഫോർ മാരേജ്. അതായത് ഒരാൾ മാരേജിന് മുമ്പാണെങ്കിൽ നമ്മൾ എന്തു പറയും? മാരീഡാണ്, കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞ ആളാണെന്ന് പറയും. അപ്പോൾ കല്യാണം കഴിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് പറയും? പ്രീ മാരിറ്റൽ എന്ന് പറയും. പ്രീ മാരിറ്റൽ എന്ന് പറയും. ഓക്കെ, പ്രീ മാരിറ്റലാണ് കല്യാണം കഴിക്കാത്ത. ബിഫോർ മാരേജ് എന്ന് പറയുന്നത് പ്രീ മാരിറ്റൽ. പ്രീ എന്ന് വെച്ചാൽ മുമ്പ്, മാരിറ്റൽ എന്താണ്? കല്യാണവുമായി ബന്ധപ്പെട്ടതാണ്. സോ കല്യാണത്തിന് മുമ്പ്, ഇതാണ് പ്രീ മാരിറ്റൽ എന്ന് പറയുന്ന സ്റ്റേജ്. അടുത്തത്, വൺ ഹൂ വോൾഡ് എ സിംഗിൾ ഓർ അൺമാരീഡ് ലൈഫ്. അതായത് സിംഗിളായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്തു പറയും? ബ്രഹ്മചാരിയാവാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ബ്രഹ്മചരി എന്ന് പറയും. അങ്ങനെയുള്ളതിന് ഇംഗ്ലീഷ് വേർഡാണ്, വൺ വേർഡാണ് സെലിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെലിബേറ്റ് എന്താണ്? പിന്നെ വൺ ഹൂ വോൾഡ് ടു എ സിംഗിൾ ഓർ അൺമാരീഡ് ലൈഫ്, ബ്രഹ്മചാരിയാണ് എന്ത്? സെലിബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഫോർ മാരേജ് പ്രീ മാരിറ്റൽ, വൺ ഹൂ വോൾഡ് ടു എ സിംഗിൾ ഓർ അൺമാരീഡ് ലൈഫ്, സെലിബേറ്റ്. നെക്സ്റ്റ്, വൺ എൻഗേജ്ഡ് ടു ബി മാരീഡ്. അതായത് മാരേജിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ എന്തു പറയും? ഫിയാൻസി അല്ലെങ്കിൽ ഫിയാൻസി എന്ന് പറയും, അല്ലെങ്കിൽ ഫിയാൻസെ എന്ന് പറയും. ഫിയാൻസി എന്ന് പറഞ്ഞാൽ പ്രതിശ്രുത വധുവാണ്. പെണ്ണാണെങ്കിൽ ഫിയാൻസി എന്നും പറയും. ഫിയാൻസെ എന്ന് പറയുന്നത് ആണാണ്, പ്രതിശ്രുത വരനാണ്. ഓക്കെ, വൺ എൻഗേജ്ഡ് ടു ബി മാരീഡ് ഫിയാൻസി ആണ്, ഫിയാൻസെയും ആണ്. പക്ഷേ ഒന്ന് ഫെമിനിനും ഒന്ന് എന്താണ്? മെയിലും ആണ്. ഓക്കെ, നെക്സ്റ്റ്, വൺ ഹാവിങ് മോർ ദാൻ വൺ വൈഫ് ഓർ ഹസ്ബൻഡ് അറ്റ് എ ടൈം. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഒരു പിന്നെ സിസ്റ്റത്തിനെ പോളിഗമി എന്ന് പറയും. അതായത് അറ്റ് എ ടൈം മോർ ദാൻ വൺ ഹസ്ബൻഡ് അല്ലെങ്കിൽ മോർ ദാൻ വൺ വൈഫ് ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ പോളിഗമി എന്ന് പറയും. പോളിഗമി. ഇനി അങ്ങനെ ഉള്ള ആൾക്കാരെ പോളിഗമിസ്റ്റ് എന്ന് പറയും. അത് വൈഫാണെങ്കിലും ശരി, ലേഡി ആണെങ്കിലും മെൻസ് ആണെങ്കിലും എന്തു പറയും? പോളിഗമിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് പോളിഗമി എന്നാണ് പറയുന്നത്. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ എന്നാണ് മീനിങ്. വൺ ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് എ ടൈം. ഇനി ഒരു സ്ത്രീക്ക്, വുമണിന് എന്താണ്? മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് എ ടൈം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പോളി ആൻഡ്രി എന്ന് പറയും. നമ്മൾ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി, ആൻറ്റിമാർക്ക് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, ആൻറ്റിമാർക്ക് മോർ ദാൻ വൺ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോളി ആൻഡ്രി എന്ന് വിളിക്കും. ഓക്കെ, വൺ ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് എ ടൈം, പോളി ആൻഡ്രി. നെക്സ്റ്റ്, വൺ ഹു തിങ്സ് ഓഫ് ദ വെൽഫെയർ ഓഫ് വുമൺ. സ്ത്രീകളുടെ സംരക്ഷണം, ഉന്നമനത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ ഫെമിനിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീവാദിയാണ്. വൺ ഹു തിങ്സ് ഓഫ് ദ വെൽഫെയർ ഓഫ് വിമൺ. വിമണിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരെ, വിമണിൻ്റെ വെൽഫെയറിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരെ ഫെമിനിസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ്, വൺ ഹൂ മാരീസ് എ സെക്കൻഡ് വൈഫ് ഓർ ഹസ്ബൻഡ് വൈൽ ദ ലീഗൽ സ്പൗസ് ഈസ് അലൈവ്. അതായത് ഒരു ലീഗലായിട്ട് ഒരു ഭാര്യ ഉള്ള സമയത്ത് തന്നെ രണ്ടാമതൊരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ചൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തു പറയും? അവർ ബൈഗമിസ്റ്റ് ആണെന്ന് പറയും. ബൈ എന്ന് വെച്ചാൽ രണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 2 ഭാര്യയാണ്. ആണാണെങ്കിൽ 2 ഭാര്യ കാണും, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ തിരിച്ചാണെങ്കിൽ 2 ഭർത്താവ് കാണും. ഈ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ബൈഗമിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ്? ലീഗലി ഒരു സ്പോസ് കാണും, എന്നാൽ രണ്ടാമതൊരാളെ കൂടെ ഓപ്റ്റ് ചെയ്യും. അതാണ് ബൈഗമിസ്റ്റ് എന്ന് പറയുന്നത്. വൺ ഹൂ മാരീസ് എ സെക്കൻഡ് വൈഫ് ഓർ ഹസ്ബൻഡ് വൈൽ ദ ലീഗൽ സ്പൗസ് ഈസ് അലൈവ്. ഓക്കെ, അതാണ് ബൈഗമിസ്റ്റ്. ബൈ 2 പേരാണ്. ഓക്കെ,
നെക്സ്റ്റ് ഫിയർ ഓഫ് ഗെറ്റിംഗ് മാരീഡ്. എന്താണ്? കല്യാണം കഴിക്കാനുള്ള പേടി. അതിന് നമ്മൾ ഗ്യാമോഫോബിയ എന്ന് പറയും. എന്താണ്? ഗ്യാമോഫോബിയ. ഈ വേർഡിൽ നിന്നൊക്കെ എന്താണ്? ഗ്യാം എന്നുള്ളത് കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഗ്യാം എന്ന് പറയുന്നത് കല്യാണമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഗ്യാമോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? കല്യാണം കഴിക്കാനുള്ള പേടിയാണ്. ഫിയർ ഓഫ് ഗെറ്റിംഗ് മാരീഡ് ആണ് ഗ്യാമോഫോബിയ. ഓക്കെ, നെക്സ്റ്റ് വൺ ഹാവിങ് മോർ ദാൻ വൺ വൈഫ് ഓർ ഹസ്ബൻഡ് അറ്റ് എ ടൈം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തു പറയും? പോളിഗമി എന്ന് പറയും. നെക്സ്റ്റ് എ ഹേറ്റർ ഓഫ് മാരേജ്. കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആളിനെ നമ്മൾ എന്തു പറയും? മിസോഗമിസ്റ്റ് എന്ന് പറയും. മിസോഗമിസ്റ്റ് എന്ന് പറയും. ഇനി ആ കല്യാണം കഴിക്കാനുള്ള പേടിയാണ് നമ്മൾ ഗ്യാമോഫോബിയ. ഇനി കല്യാണം കഴിക്കണത് ഇഷ്ടമല്ലാത്ത, കല്യാണത്തിനോട് വെറുപ്പുള്ള ആൾക്കാരെ നമ്മൾ എന്തു പറയും? മിസോഗമിസ്റ്റ് എന്ന് പറയും. ഈ മിസോയുടെ മീനിങ് ഹേറ്റ് എന്നാണ്. ഓക്കെ, മിസോഗമിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ വെറുപ്പെന്നാണ്. സോ മിസോഗമിസ്റ്റ്. ദെൻ അടുത്ത നമ്മൾ പറയാണ് മാൻകൈൻഡിന്, മനുഷ്യരെ ഇഷ്ടമല്ലാത്ത ഹേറ്റർ ഓഫ് മാൻകൈൻഡ് ചോദിക്കുകയാണെങ്കിൽ മിസോന്ത്രോപ്പിസ്റ്റ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ മിസോ എന്ന് വെച്ചാൽ എന്താണ്? ഹേറ്റ് എന്നാണ് മീനിങ്. നെക്സ്റ്റ് എ ഹേറ്റർ ഓഫ് വിമൺ. വിമണിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് പറയും? മിസോജിനിസ്റ്റ് എന്ന് പറയും. മിസോജിനിസ്റ്റ്. അവിടെ കണ്ടോ, ഹേറ്ററിന് പകരമാണ് മിസോ എന്നുള്ള വേർഡ് ചേർത്തിട്ടുള്ളത്. ഗൈനൊക്കെ എപ്പോഴും എന്ത്? വിമണിനെ സംബന്ധിക്കുന്നതാണ്. സോ മിസോഗൈനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹേറ്റർ ഓഫ് വിമൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹേറ്റർ ഓഫ് മാൻകൈൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസാന്ത്രോപ്പാണ്. മിസാന്ത്രോപ്പ് എന്ന് വെച്ചാൽ, ആന്ത്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യരാണ്. മനുഷ്യന് ഇഷ്ടമല്ലാത്തത് മിസാന്ത്രോപ്പ്. ഇനി ഫിലാന്ത്രോപ്പ് എന്താണ്? മനുഷ്യനോട് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് ഫിലാന്ത്രോപ്പ്, മനുഷ്യ സ്നേഹിയാണ് ഫിലാന്ത്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹേറ്റർ ഓഫ് മാരേജ് മിസോഗമിസ്റ്റ്, ഹേറ്റർ ഓഫ് വിമൺ മിസോഗൈനിസ്റ്റ്, ഹേറ്റർ ഓഫ് മാൻകൈൻഡ് മിസാന്ത്രോപ്പാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് ബിറ്റ്വീൻ ബോയ്ഹുഡ് ആൻഡ് യൂത്ത്. അതായത് കുട്ടിക്കാലം മുതൽ നമ്മുടെ യുവത്വം വരെയുള്ള ആ ഒരു സമയത്തെ നമ്മുടെ എന്താണ്? നമ്മുടെ പിന്നെ അഡോൾസെൻസ് എന്ന് പറയും. കൗമാരപ്രായമാണ് അഡോൾസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് ബിറ്റ്വീൻ ബോയ്ഹുഡ്. അതായത് കുട്ടിക്കാലം മുതൽ നമ്മുടെ യുവാവായിട്ട് മാറുന്നത് വരെയുള്ള ആ ഒരു ടൈമിനെ പറയുന്ന പേര് അഡോൾസെൻസ് എന്നാണ്. അഡോൾസെൻസിന്റെ മീനിങ് കൗമാരകാലം എന്നാണ്. അഡോൾസെൻസ് കൗമാരകാലം. എ ചിൽഡ്രൻ ഹൂസ് പാരന്റ് ആർ ഡെഡ്. ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ മരിച്ച്, പാരൻസ് മരിച്ചാൽ നമ്മൾ എന്ത് പറയും? ആ കുട്ടി ഓർഫൻ ആണെന്ന് പറയും. ഓർഫൻ. ഓക്കെ, അനാഥൻ എന്നുള്ള അർത്ഥത്തിലാണ് ഓർഫൻ. ഇനി ഇങ്ങനെയുള്ള അനാഥർ താമസിക്കുന്ന പ്ലേസ് വെയർ ചിൽഡ്രൻ വിത്തൗട്ട് പാരൻസ് ഗ്രോ അപ്പ് ഓർഫനേജ് എന്ന് പറയും. ഓക്കെ, ഓർഫനേജ് ആണ്. നെക്സ്റ്റ് അലവൻസ് ഡ്യൂ ടു എ വൈഫ് ഫ്രം ഹെർ ഹസ്ബൻഡ് ആഫ്റ്റർ സെപ്പറേഷൻ. അതായത് ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൽ നിന്നും വൈഫിന് കിട്ടുന്ന അലവൻസ് ആണ് എന്ത്? അലിമണി എന്ന് പറയുന്നത്. അലിമണി എന്ന് പറയുന്നത് എന്താണ്? ഹസ്ബൻഡിൽ നിന്നും വൈഫിന് കിട്ടുന്ന, സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വൈഫിന് കിട്ടുന്ന അലവൻസ് ആണ് അലിമണി. ഓക്കെ, മണിയാണ്, കാശാണ് കിട്ടുന്നത്. എപ്പോഴാണ്? പിരിഞ്ഞതിന് ശേഷം വൈഫിന് കിട്ടുന്ന നഷ്ടപരിഹാരമാണ് അലിമണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ മാൻ ഹൂസ് വൈഫ് ഈസ് ഡെഡ്. ഒരു മനുഷ്യൻ്റെ, ഒരാണിൻ്റെ, മെയിലിൻ്റെ ഭാര്യ മരിച്ചാൽ അയാളെ നമ്മൾ എന്തു പറയും? വിധവൻ എന്ന് പറയും അല്ലേ? വിഡോവർ ആണ്, വിഡോവർ. ഓക്കെ, വിഡോവർ. ദെൻ ഇനി തിരിച്ചാണെങ്കിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട വിമണിനെ പറയുന്നത് വിഡോ എന്നാണ്. അപ്പോൾ വിഡോയുടെ മെയിലാണ് വിഡോവർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടുതൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിനും മറ്റ് പിന്നെ എന്താണ് വൊക്കാബുലറി ക്ലാസ്സുകൾക്കുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അൺഅക്കാഡമി ഫോളോ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക്, കമൻറ്റ്, ദെൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.